ഏതായാലും ഇന്നിപ്പോൾ നമ്മളോട് ഇന്നത്തെ മാർക്കറ്റിന്റെ അനാലിസിസ് പങ്കുവെക്കാനായിട്ട് നമ്മളോട് ഇൻഹൗസ് എക്സ്പേർട്ട് ആയ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കിയാൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് ആരംഭിച്ച വിപണിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 0.08% വളരെ നേരിയൊരു നേട്ടം മാത്രം രേഖപ്പെടുത്തി 22,351.3 എന്ന നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 22,300-നും 400-നും ഇടയിൽ നിന്നുകൊണ്ടാണ് വിപണി ഈ ആദ്യ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് നിഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു അനാലിസിസ് എന്താണ്? നിഫ്റ്റി 50യുടെ നമ്മൾ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ഒരു അല്പം വീക്ക്നെസ് കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി നിഫ്റ്റി 50യിൽ ഒരു പൊസിഷൻ, ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 22,200 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റി ബാങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു ഇടിവ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരു 44 പോയിന്റിന്റെ ഒരു ഇടിവിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് നിഫ്റ്റി ബാങ്കും ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക്, SBI പോലുള്ള ബാങ്കിങ് ഓഹരികളാണ് ഏറ്റവും അധികം ഒരു ഇടിവിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 46,400 പോയിന്റ് ആയിരിക്കും. സോ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വി ക്യാൻ അഗെയിൻ എക്സ്പെക്ട് എ റിക്കവറി. സോ അറ്റ് ദ മൊമെന്റ് ഇന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ബാങ്കിങ് സ്റ്റോക്സിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു കറക്ഷൻ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റിയിലേക്ക് കൂടെ വരികയാണെന്നാൽ ഫിൻ നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ജനുവരിക്ക് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ജനുവരി 15-ന് ശേഷമൊക്കെയുള്ളൊരു കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ട് സൈഡ് വേസ് ട്രെൻഡ് പോലെയാണ് പോകുന്നതെന്ന് കാണാൻ സാധിക്കും. നിലവിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിൽ 20,817.15 എന്നൊരു നിലവാരത്തിലാണ് ഫിൻ നിഫ്റ്റിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സൂചികയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഫിൻ നിഫ്റ്റിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ഒരു അല്പം സൈഡ് വേസ് ടു ബെയറിഷ് പാറ്റേണാണ് കാഴ്ചവെക്കുന്നത്. ഫിൻ നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 20,400 പോയിന്റ് ആയിരിക്കണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യ സംബന്ധിച്ച് 3% ഒരു ഇടിവോട് കൂടിയിട്ടാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ 1 വീക്ക് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും 8% ഈ ഒരു ഓഹരി നഷ്ടം പ്രകടമാക്കിയിട്ടുണ്ടെന്ന് കാണാം. നിലവിൽ 209 രൂപയിലാണ് മുന്നോട്ട് പോകുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ അൺഫോർച്ചുനേറ്റ്ലി എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ ഈ ഒരു സ്റ്റേജിൽ. ആൻഡ് സ്റ്റോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 190. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ആ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിനോടൊപ്പം തന്നെ ICICI ലൊംബാർഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 0.63% നേട്ടത്തിൽ 1,664.85 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 2024 ഫെബ്രുവരി 28-ന് രേഖപ്പെടുത്തിയ 1,734.9 എന്ന നിലവാരമാണ്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ലൊംബാർഡ് പ്രീമിയം 38.6% ഉയർന്നുവെന്നും അതിനോടൊപ്പം തന്നെ ഏപ്രിൽ ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് ഈ ഒരു 2027 സാമ്പത്തിക വർഷത്തിലെ ഫെബ്രുവരിയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിപണി വിഹിതം ഏകദേശം 38 ബേസിസ് പോയിന്റ്സിനടുത്ത് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ICICI ലൊംബാർഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ICICI ലൊംബാർഡ് അണ്ടർ ടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നമ്മൾ ഈ ജനുവരി മാസത്തിൽ ഇതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത് 1,360 ആ ഒരു ലെവലിൽ നിന്നും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400 രൂപയുടെ നേട്ടം കഴിഞ്ഞ 5-6 ആഴ്ചകൾക്കിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹൈ ലെവൽസിൽ ഞാൻ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1,620 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
ഒപ്പം ഇന്നിപ്പോൾ ITCയെ സംബന്ധിച്ച് 2% ഇടിവിലേക്ക് ITC ഇപ്പോൾ പോയിട്ടുണ്ട്. 400 രൂപ റേഞ്ചിലാണ് ITCയുടെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. പ്രധാനമായിട്ടും അവരുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് തന്നെ സ്റ്റേക്ക് സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നൽകിയിട്ടുണ്ട്. 2 മുതൽ 3 ബില്യൺ ഡോളർ വരെ ഉള്ള ഒരു ഇടപാട് മൂല്യത്തിലായിരിക്കും സ്റ്റേക്ക് സെയിൽ നടത്തുക എന്നതുമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ITCയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ITCയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് എനിക്ക് തോന്നുന്നത് ITCയിൽ നമുക്കൊരു റിക്കവറി താമസിക്കാതെ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആ ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 395 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സാർ, അതിനോടൊപ്പം തന്നെ ഹഡ്കോയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നിപ്പോൾ 4%-ലധികം ഇടിവിൽ 186.95 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50-week ഹൈ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തിയ 226.45 എന്നൊരു നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 6 ആഴ്ചകളായിട്ട് സ്റ്റോക്ക് ഒരു സൈഡ് വേസ് റേഞ്ചിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. സോ നമ്മൾ ഈ സ്റ്റോക്കിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 175 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യുക. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്ക് 218 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം ഇന്നിപ്പോൾ REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 0.34% ഇടിവിൽ 485 രൂപയിലാണ് REC ലിമിറ്റഡ് ട്രേഡിംഗ് നടത്തുന്നത്. ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. REC ലിമിറ്റഡ് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? നമുക്ക് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ കാണുന്നത് 510 മുതൽ 520 രൂപ ആ ഒരു റേഞ്ചിലാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന 450 രൂപയുടെ സപ്പോർട്ട് ലെവൽ. സാർ, അതിനൊപ്പം തന്നെ TCSയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ വീണ്ടും ഒരു പുതിയൊരു 50-week ഹൈ നിലവാരമായിട്ടുള്ള 4229.95 എന്നൊരു നിലവാരം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 2%-ലധികം നേട്ടത്തിൽ 4211.65 എന്നൊരു നിലവാരമാണ്. TCSയുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിനുള്ള സമയം ആയിട്ടുണ്ടോ? ഇല്ല, അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്ക് ഈ കമ്പനി അടുത്ത കാലത്ത് ഒരു ബൈബാക്കും നടത്തിയിരുന്നു. സോ ഓൾ ദീസ് വേ വെരി വെരി പോസിറ്റീവ് തിങ്സ് ഫോർ ദ കമ്പനി. ഫൈനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ നമ്മൾ ടാറ്റ സ്റ്റോക്സിലൊക്കെ മുന്നേറ്റം കണ്ട സമയത്ത് TCSന്റെ കേസിൽ നമ്മൾ കാര്യമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ ഇടയായില്ല. സോ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി പുതിയ ലോങ് പൊസിഷൻ പോലെ ഈ ലെവൽസിൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം മാരുതിയുടെ കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണ്. മാരുതി ഇന്നിപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് 11,402 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ 11,451 ഉയർന്നിട്ടുണ്ട്. പക്ഷെ മാരുതിയുടെ കഴിഞ്ഞ ഒരു 1 വീക്കിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 3% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മാരുതിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ എന്താണ്? മാരുതിയിൽ നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും. ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരുതിക്ക് 11,700 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. അപ്പൊ നമ്മളൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിനൊപ്പം തന്നെ ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ ഓഹരികൾ ഇന്നിപ്പോൾ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 3%-ലധികം നേട്ടത്തിൽ 185.8 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുള്ള ഒരു അമാൽഗമേഷൻ പദ്ധതികളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്?
സോ ആദിത്യ ബിർള ക്യാപിറ്റലിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് നമുക്ക് പല ഫൈനാൻസ് കമ്പനികളിലും ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറും അതിന്റെ കൂടെ തന്നെ ഒത്തിരി വോളറ്റിലിറ്റിയും കാണാൻ ഇടയായിട്ടുണ്ട്. സോ അറ്റ് ദ മൊമെന്റ് എല്ലാ ഫൈനാൻസ് കമ്പനി സ്റ്റോക്സിലും ഹൈ റിസ്ക് ആയിരിക്കും. സോ അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും ഞാൻ ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 200 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അതോടൊപ്പം CDSL-മായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ 0.48% ഇടിവിൽ 1801 രൂപയിലാണ് CDSL-ന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത്. CDSL-നെ സംബന്ധിച്ച് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു കാര്യമായ നേട്ടം അല്ലെങ്കിൽ കാര്യമായ മുന്നേറ്റം രേഖപ്പെടുത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. CDSL-ന്റെ സാറിന്റെ ഒരു വ്യൂ എന്താണ്? CDSL-ന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ നമുക്കൊരു ട്രിഗർ ലഭിക്കണമെങ്കിൽ 1890 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഏതായാലും താങ്കൾ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ താങ്കൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ബൈയിങ് അവസരവും ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. ബിക്കോസ് മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരു അല്പം ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നൈക്ക എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. 165 രൂപയുടെ റെസിസ്റ്റൻസ് വാച്ച് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.